ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. പക്ഷേ എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന് എന്നോട് മതം മാറാൻ അയാൾ നിർബന്ധിച്ചു. എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകി. കോതമംഗലത്ത് ജീവനൊടുക്കിയ സോന എൽദോസ് എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിലെ വരികളാണിത്. ഒറ്റ പേജ് കുറിപ്പാണ് പോലീസ് കണ്ടെടുത്തത്. സംഭവത്തിൽ സുഹൃത്ത് റമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആത്മഹത്യാ പ്രേരണയ്ക്കും ശാരീരിക ഉപദ്രവത്തിനുമാണ് റമീസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. റമീസിന്റെ വീട്ടുകാരെയും പ്രതി ചേർക്കുമെന്ന് പോലീസ് അറിയിച്ചു. സോന അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം സുഹൃത്തായ ജോൺസിയെ മകൾ അറിയിച്ചിരുന്നതായി സോനയുടെ അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. മാറണം തന്നെ പറഞ്ഞ് നിർബന്ധിച്ച് എന്റെ മോള് ടോർച്ചർ ചെയ്തുകൊണ്ടാണ് അവള് മരിച്ചത്. അവരുടെ വീട്ടിൽ അടച്ചിട്ടിട്ട് പൊന്നാനിക്കൂടെ ഒരു കാർ വിളിച്ചു ചേർത്ത്. ഇവന് വിശ്വസിച്ചിട്ടല്ലേ എന്റെ മോള് ഇറങ്ങിപ്പോടാ. സ്നേഹമല്ലോ, ഒത്തിരി കൊല്ലായി സ്നേഹമായിരുന്നു. അപ്പൊ അവള് മരിക്കൂന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വേണം എന്റെ മോള് മരിക്കൂന്ന് ഞാൻ എനിക്കറിയില്ല എന്റെ മോള് മരിക്കൂന്ന്. ന്യൂസ് 18നുമായി സംസാരിച്ച ജോൺസിയെയും മർദ്ദനമേറ്റ കാര്യം സ്ഥിരീകരിച്ചു. രാത്രി 8:30-9 മണിയായപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവള് പറഞ്ഞു, എടി എന്നെ റൂമിൽ പൂട്ടിയിട്ടേക്കുക, അങ്ങനെ ആൾക്കാന്ന് പറഞ്ഞാൽ അവള് കരഞ്ഞോണ്ട് വിളിക്കും എന്നെ. എന്നിട്ട് വിളിച്ചു. എന്നിട്ടാണെങ്കിൽ ഞങ്ങളില്ല മൂവാറ്റോടെ വെച്ച് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവളുടെ മുഖത്ത് പാടുണ്ടായിരുന്നു, ചുമന്ന് കിടക്കും, തടിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിന്റെ മുഖത്ത് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, റേമി അടിച്ചതാ എന്ന് പറഞ്ഞു. അവൾ എന്നിട്ട് അടിച്ചെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അവൾ ചേട്ടാ നീ എന്തിനാ അവളെ അടിച്ചേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ മൈൻഡൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്ത്, എന്നിട്ടാണെങ്കിൽ അവൻ്റെ റൂമിൽ പൂട്ടിയിട്ടൊക്കെ വേണ്ടി എന്നെ വീട്ടിൽ അവർ ചായയൊക്കെ തന്ന് സഹകരിക്കാൻ തുടങ്ങി. ഞാൻ കുടിച്ചൊന്നും ഇല്ല, എനിക്ക് വേണ്ടാന്ന് തന്നെ ഞാൻ കേട്ട് തിന്നു. എന്നെ മതം മാറാൻ വേണ്ടി എന്നെ പൊന്നാനി കൊണ്ടേ ആക്കാൻ വേണ്ടി പോവാടി എന്ന് പറഞ്ഞ് അവളെന്നെ വിളിച്ച് കരയുക. അപ്പോഴത്തേക്ക് പറഞ്ഞു വേടി. അപ്പം എന്നിട്ടാണെങ്കിൽ അവൾ പറഞ്ഞു വേടി ഞാൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും, എന്നെ എങ്ങനെയും വെറുതെ വിടാൻ പറഞ്ഞ് അങ്ങനെയാണ് അവളെ അവിടെ നിന്ന് ഇറക്കി അവളെ പോകുന്നതെന്ന് പറഞ്ഞത്. അവിടെ റൂമിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ അമ്മയും വാപ്പയും പെങ്ങളും അവൻ്റെ കൂട്ടുകാർ കൂടി എല്ലാവരും കൂടി മാനസികമായിട്ട് വളരെ ഇതാക്കി, പ്രഷറാക്കി അവളെ. മാത്രമല്ല അവളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. അവളുടെ ഇവിടെ പാടുണ്ടായിരുന്നു, ഇവിടെയും പാടുണ്ടായിരുന്നു. അവളെന്നിട്ട് റൂമിൽ നിന്ന് തുറന്നു വിട്ടത് എൻ്റെ പേര് പറഞ്ഞു. അവളുടെ കയ്യിൽ ഫോണുണ്ടായിരുന്നു. എന്നിട്ട് ഈ കൂട്ടുകാരിനെ വിളിച്ചു. ഈ കൂട്ടുകാരി പറയുമ്പോൾ ഇതൊക്കെ അറിയണം, ഞാൻ എൻ്റെ ഞാനേനെ വിളിച്ച് പറയും. അപ്പോൾ അതിനു മുമ്പ് എന്നെ തുറന്നു വിടാൻ പറയാൻ പറഞ്ഞു. അതാണ് ഉണ്ടായത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇന്ന് ന്യൂസ് 18നാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. നവമി, കോതമംഗലത്തെത്തുമ്പോൾ അങ്ങ് വിങ്ങിപ്പൊട്ടി കരയുന്ന അമ്മയെ, ഏറ്റവും ഒടുവിൽ സഹോദരൻ്റെ വാക്കുകൾ, ആ സുഹൃത്തിൻ്റെ വാക്കുകൾ, ജോൺസിയുടെ വാക്കുകളടക്കം കേൾക്കുമ്പോൾ സോന പ്രണയക്കെണിയുടെ ഇരയാണോ എന്ന് തന്നെ നമുക്ക് ഒരുപക്ഷെ ഉറപ്പിക്കേണ്ടി വരും. കാരണം ആ രീതിയിലുള്ള ചൂഷണങ്ങൾ ഈ കാലഘട്ടത്തിനിടെ, പ്രണയബന്ധത്തിനിടെ ഈ പെൺകുട്ടിക്ക് സോനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മതം മാറാൻ ഇയാൾ നിർബന്ധിക്കുന്നു. സ്വന്തം വീട്ടുകാർ പോലും ആ രീതിയിൽ, ഈ റമീസിൻ്റെ വീട്ടുകാർ പോലും ഈ പെൺകുട്ടിയെ സമ്മർദ്ദം ചെലുത്തിയതായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇയാളുടെ കുടുംബാംഗങ്ങളെയും കേസിൽ പ്രതി ചേർക്കുമോ? അതോടൊപ്പം അറിയേണ്ടത്, കൂടുതൽ വകുപ്പുകൾ റമീസിനെതിരെ ചേർക്കാനുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? റമീസിന്റെ അറസ്റ്റ് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ അല്പസമയം മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഒന്ന് 117 BNS-ന് 117 പ്രകാരം, അതായത് ദേഹോപദ്രവം ഏൽപ്പിക്കുക, ആത്മഹത്യാ പ്രേരണ കുറ്റം, ഒപ്പം മറ്റൊരു വകുപ്പും കൂടി ചുമത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. അത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നീ 3 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ റമീസിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റും രേഖപ്പെടുത്തി കഴിഞ്ഞു. വളരെ വേദനിപ്പിക്കുന്ന, ഒപ്പം ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടി ആലുവ UC കോളേജിൽ റമീസും ഇവർ ഒന്നിച്ച് ഡിഗ്രി മലയാളം BA മലയാളത്തിൽ ഒന്നിച്ച് പഠിച്ചതായിരുന്നു. പഠിക്കാൻ മിടുക്കിയായ കുട്ടിയായിരുന്നു.
10ാം ക്ലാസ്സിലും +2 ഒക്കെ ഫുൾ A+, UC കോളേജിൽ നിന്നും ഡിഗ്രി പാസ് ഔട്ട് ആവുമ്പോൾ പോലും മികച്ച റാങ്കോട് കൂടിയാണ് കുട്ടി പിന്നീട് TTCക്ക് ചേരുന്നത്. അവിടെയും പഠിക്കാൻ മിടുക്കിയായിരുന്നു. റമീസിന്റെ പേരിൽ ലഹരി കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് റമീസ് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ സിയാലിൽ ഒരു താൽക്കാലിക വ്യവസ്ഥയിൽ ഒരു ജോലി ചെയ്തു പോവുകയായിരുന്നു റമീസ്. അതിനിടയിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാകുന്നത്. ഈ റമീസിന്റെ സുഹൃത്തും ഇവരുടെ രണ്ടുപേരുടെയും സുഹൃത്തുമായിട്ടുള്ള മറ്റൊരു പെൺകുട്ടി അല്പസമയം മുമ്പ് ജോയിസി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് റമീസിനെ പഠിക്കാനൊക്കെ പ്രേരിപ്പിച്ചതും അല്ലെങ്കിൽ പഠിച്ച് ഡിഗ്രിയൊക്കെ അവന് കിട്ടിയതിന് കാരണം പോലും ഈ പെൺകുട്ടിയായിരുന്നു എന്ന്. കാരണം അവൾ ഇരുത്തിയാണ് റമീസിനെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ വളരെ രീതിയിലുള്ള വളരെ സ്നേഹമായിരുന്നു റമീസിനോട് ഈ പെൺകുട്ടിക്ക്. അതുകൊണ്ട് തന്നെയാണ് റമീസ് മതം മാറാൻ പറഞ്ഞിട്ട് പോലും കുട്ടി അതിനെ എതിരെ നിൽക്കാതെ റമീസിനെ വിവാഹം കഴിക്കാൻ താൻ മതം പോലും മാറാൻ തയ്യാറാണെന്ന ഒരു രീതിയിലേക്ക് ഈ പെൺകുട്ടി എത്തുകയും ചെയ്തത്. അത് മാതാപിതാക്കളോട് പറഞ്ഞപ്പോഴും അവർക്ക് മറ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മകളുടെ ഇഷ്ടത്തിന് തന്നെയാണ് അവരും നിന്നത്. അതിനുശേഷം 3 മാസം മുൻപാണ് കുട്ടിയുടെ പിതാവ് അപ്രതീക്ഷിതമായിട്ട് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വെള്ളത്തിൽ മുങ്ങിയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. അതും ഈ മകളെ വല്ലാതെ തന്നെ ബാധിച്ചിരുന്നു. മാനസികമായി അവൾ വല്ലാതെ തളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ ഉടനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോൾ കുടുംബം പറഞ്ഞത് പിതാവ് മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് മാത്രമേ ശുഭ ചടങ്ങുകൾ നടത്താൻ പാടുള്ളൂ. അതുകൊണ്ട് 1 വർഷം കഴിഞ്ഞതിന് ശേഷം മകൾ മതം മാറിയതിനു ശേഷം തന്നെ വിവാഹം കഴിപ്പിക്കാമെന്ന്. പക്ഷെ അത് റമീസിന്റെ കുടുംബത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് എത്രയും വേഗം ഈ പെൺകുട്ടിയെ മതം മാറ്റുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ അനാശാസ്യ പ്രവർത്തനത്തിനിടയിൽ ഈ റമീസിനെ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. ഇത് ഈ പെൺകുട്ടി അറിയുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ പോലും പെൺകുട്ടി പറയുന്നു, ഇനി ഞാൻ മതം മാറില്ല, നമുക്ക് വിവാഹം കഴിക്കാം, ഇനി മതം മാറുന്ന രീതിയിലേക്ക് പോകണ്ട. കാരണം ഇത്രയും റമീസിന്റെ മോശം സ്വഭാവം പോലും ഈ കുട്ടി കണ്ടുപിടിച്ചതാണ്. മതം മാറാതെ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറയുന്നു. ആദ്യം റമീസിനെ എതിർത്തിരുന്നു. കാരണം മാതാപിതാക്കളൊന്നും സമ്മതിക്കില്ല എന്ന് റമീസ് പറഞ്ഞു. പിന്നീട് പെൺകുട്ടിയോട് പറയുന്നു ശരി എന്ന രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന വ്യാജേനെ പെൺകുട്ടിയെ പറവൂരിലെ റമീസിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ആ സമയത്ത് റമീസിന്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. റൂമിൽ കയറ്റി വളരെ ക്രൂരമായിട്ടാണ് പെൺകുട്ടിയെ റമീസ് മർദ്ദിച്ചതെന്നാണ് കൂട്ടുകാരി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. അതിന്റെ പാടുകൾ ചുണ്ടിലും കവിളിലുമൊക്കെ ആയിട്ട് അതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. അത് പിന്നീട് സഹോദരനും സ്ഥിരീകരിക്കുന്നു. അപ്പോഴും റമീസ് ആവശ്യപ്പെട്ടത് വണ്ടി വരും, പൊന്നാനിയിലേക്ക് നീ പൊക്കോ, 2 മാസത്തെ അവിടെ ഒരു മതപഠന ക്ലാസ് ഉണ്ട്, അതിനുശേഷം മതം മാറി തിരിച്ചു വന്ന് നീ എന്റെ വീട്ടിൽ നിന്നാൽ മതി, നിന്റെ വീട്ടിലേക്ക് പോകേണ്ടതില്ല എന്ന കർശനമായിട്ടുള്ള നിർദ്ദേശവും നൽകി. പക്ഷെ ആ പെൺകുട്ടി അത് അനുസരിക്കാൻ തയ്യാറായില്ല. തനിക്ക് തന്റെ വീട്ടിലേക്ക് പോകണം, തന്റെ സഹോദരനെ വിളിച്ച് ഇക്കാര്യങ്ങൾ പറയൂ എന്ന് കുട്ടി ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ കൂട്ടുകാരി റമീസിനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ്, ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഇക്കാര്യം അറിയിക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് റമീസ് പെൺകുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കുകയും ചെയ്തത്. അപ്പോഴൊന്നും പെൺകുട്ടി കുടുംബത്തോട് ഇക്കാര്യം പങ്കുവച്ചിരുന്നില്ല. വളരെ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഈ കുട്ടിയെന്ന് പിന്നീടാണ് കുടുംബം അറിയുന്നത്. ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ഈ പെൺകുട്ടിയുടെ മരണം ആത്മഹത്യ ചെയ്യുന്നത്. പിന്നീട് ഈ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുക്കുന്നു. അതിൽ കൃത്യമായി തന്നെ പറയുന്നുമുണ്ട്, ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ തനിക്ക് തയ്യാറല്ല, താൻ ഇനി അതിനില്ല. റമീസിനെ വളരെയേറെ സ്നേഹിച്ചു, പക്ഷെ റമീസ് തന്നെ ചതിക്കുകയായിരുന്നു. റമീസിന് തന്നോട് സ്നേഹമൊന്നുമില്ല. മതം മാറുക എന്നൊരു ഉദ്ദേശം മാത്രമേ റമീസിനുണ്ടായിരുന്നുള്ളൂ. തന്നെ മതം മാറാൻ നിർബന്ധിക്കുകയായിരുന്നു. കള്ളം പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്നെ മർദ്ദിച്ചു എന്നതൊക്കെ ഈ ആത്മഹത്യാ കുറിപ്പിൽ വിശദമായി പറയുന്നുമുണ്ട്. ഒപ്പം ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റമീസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണയ്ക്ക് പുറമെ, ദേഹോദരം ഏൽപ്പിക്കൽ എന്നതിന് പുറമെ വിവാഹ വാഗ്ദാനം നൽകി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന ഗുരുതരമായ വകുപ്പ് കൂടി ചുമത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപ്പട്ടികയിൽ വരുമ്പോൾ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകും. പ്രത്യേകിച്ചും റമീസിന്റെ കുടുംബാംഗങ്ങൾ, ഇയാളുടെ സുഹൃത്തുക്കൾ, അങ്ങനെ നിരവധി ആൾക്കാർ ഈ റമീസുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുപ്പമുള്ള കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളുടെ പേരുകളൊക്കെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ടല്ലോ. അതെ
ടോം, റമീസിന്റെ മാതാപിതാക്കളുടെയും ഒപ്പം ഒരു സുഹൃത്തിന്റെയും പേര് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പെൺകുട്ടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെയും കൂടുതൽ വിശദമായിട്ട് പോലീസ് പരിശോധിച്ച ശേഷം അവർക്കെതിരെയും കേസെടുക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. റമീസിന്റെ കുടുംബത്തിനെതിരെയും ഈ പെൺകുട്ടി, മരിച്ച പെൺകുട്ടിയുടെ കുടുംബം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി മരിക്കുന്നതിന് മുൻപ് തന്നെ, അതായത് മരിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപ് ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതി ആദ്യം അയച്ചു കൊടുത്തത് റമീസിന്റെ ഉമ്മയ്ക്കായിരുന്നു. റമീസിന്റെ ഉമ്മ ഈ പെൺകുട്ടിയുടെ അമ്മയെ വിളിച്ച് ഇങ്ങനെ അവൾ എന്തൊക്കെയോ എഴുതി അയക്കുന്നുണ്ട്, നിങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന ഒരു സന്ദേശം അയക്കുന്നുണ്ട്. ഇതറിഞ്ഞിട്ടാണ് പെൺകുട്ടിയുടെ അമ്മ വേഗം വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും പെൺകുട്ടി തൂങ്ങി മരിച്ച നിലയിൽ വീട്ടിൽ കാണുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ റമീസിന്റെ അമ്മയ്ക്കെതിരെയും അച്ഛനെതിരെയും ഒപ്പം ഈ സുഹൃത്തിനെതിരെയും ഒക്കെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുവാൻ, അല്ലെങ്കിൽ അവരെയൊക്കെ ഇതിൽ പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യതയും നമ്മുടെ മുന്നിൽ ഉണ്ട്. പോലീസ് ആ രീതിയിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലം പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ ഇപ്പോൾ റമീസിനെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് അടക്കം അല്പസമയത്തിനുള്ളിൽ തന്നെ റമീസിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് റമീസിനെയും റമീസിന്റെ കുടുംബത്തിനെതിരെയും ഈ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും മതം നിർബന്ധിച്ച് മതം മാറ്റുവാനായി ശ്രമിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. താൻ വിസമ്മതിച്ചപ്പോൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നുകൂടി പെൺകുട്ടിയുടെ കുറിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം പെൺകുട്ടിയുടെ സുഹൃത്തിനോട് ഇക്കാര്യം പറയുന്ന സാക്ഷിമൊഴിയും എല്ലാം പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്റെ മകൾക്ക് നീതി കിട്ടുന്നതുവരെ പോരാടുമെന്ന് തന്നെയാണ് കുടുംബവും വെളിപ്പെടുത്തുന്നത്. തീർച്ചയായും നവമി, നേരത്തെ ഈ പ്രണയക്കെണിയുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ ഉയർന്നു വന്നപ്പോഴും ഇവിടെ അത്തരമൊരു പ്രണയക്കെണി ഇല്ല എന്ന രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ പല സംഘടനകളും രംഗത്തെത്താറുള്ളതാണ്. പക്ഷെ ഇവിടെ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്, കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. ഈ മരിച്ച സോനയുടെ സുഹൃത്തായിട്ടുള്ള പെൺകുട്ടി പോലും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ സ്വഭാവം, ഈ കേസിൻ്റെ സ്വഭാവം തന്നെ മാറുകയാണ്. ഏറെ ഒരു ഗൗരവമുള്ള കേസായി സംഭവം മാറുന്നു മറ്റു തലങ്ങളിലേക്ക്. കാരണം ഒരു നിർബന്ധിത മതപരിവർത്തനം എന്ന് തന്നെ ഇതിനെ കാണേണ്ടി വരും, ഈ കേസിനെ കാണേണ്ടി വരും. അങ്ങനെയെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്താനുള്ള സാധ്യതയുണ്ടോ? മാത്രമല്ല ഇയാൾക്ക് പിന്നിൽ, ഈ റമീസിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? കാരണം ഈ സുഹൃത്തുക്കൾ മാത്രമല്ല, മറ്റേതെങ്കിലും ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ട് എന്ന് സംശയിക്കണോ? അങ്ങനെ ബാഹ്യശക്തികളുടെ ഇടപെടലൊന്നും തന്നെ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നില്ല. പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയും റമീസും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളിൽ കൃത്യമായി തന്നെ റമീസ് ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ മതം മാറണമെന്ന് പറയുന്ന കുട്ടിയെ നിർബന്ധിക്കുന്ന ചാറ്റുകൾ, നീ പോയി മരിച്ചോളൂ എന്ന് കുട്ടിയോട് പറയുന്ന ചാറ്റുകൾ, ഇതെല്ലാം തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പോൾ ചില ഓഡിയോ സന്ദേശങ്ങളുമൊക്കെ പോലീസിന് ലഭിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് വകുപ്പുകളും ചുമത്തിയിരിക്കുന്നത്. ഒപ്പം ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വകുപ്പും ചുമത്തിയിട്ടുണ്ട്. മറ്റൊന്ന് നിർബന്ധിത മതപരിവർത്തനമാണ്. അത് പോലീസ് ആ വകുപ്പ് ചുമത്താനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലും അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ആദ്യം താൻ മതം മാറാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് റമീസിന്റെ ഈ ദൂഷ്യ സ്വഭാവം തനിക്ക് മനസ്സിലായി. അത് മനസ്സിലായിട്ട് പോലും വീണ്ടും മതം മാറ്റാൻ പറയുമ്പോഴേക്കും തനിക്കത് അനുവദിക്കാൻ കഴിയില്ല. താൻ ഇനി മതം മാറില്ല, പക്ഷെ തന്നെ മതം മാറണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് മർദ്ദിച്ചു എന്നതും കൃത്യമായി തന്നെ ആ കുറിപ്പിലുണ്ട്. അതുകൊണ്ട് കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ തന്നെയാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം യുവാവിന്റെ കുടുംബത്തെയും പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടോം, റമീസിനെതിരെ ലഹരി കേസ് കൂടിയുണ്ട്. നേരത്തെ ലഹരി MDMA കൈവശം വെച്ച കേസിലെ പ്രതി കൂടിയാണ് റമീസ്. കാരണം അതോടൊപ്പം അറിയേണ്ടത് ഇനി പോലീസിന്റെ അടുത്ത നീക്കം എന്താണെന്നാണ്. റമീസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ റമീസിന്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ? ഉടൻ തന്നെ അവരുടെ അറസ്റ്റും ഉണ്ടാകുമോ?
ഉണ്ടാകും ടോം. ഇപ്പോഴെന്തായാലും കോതമംഗലം പോലീസ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിശദമായി മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബം പരാതി നൽകിയിരുന്നില്ല, കാരണം ശനിയാഴ്ചയാണ് കുട്ടി മരിക്കുന്നത്. ഇന്നലെയായിരുന്നു അതിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞത്. പോലീസ് ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. ഈ മരിച്ച പെൺകുട്ടിയുടെ സുഹൃത്ത് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ റമീസിലേക്ക് എത്തുകയും റമീസിന്റെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. എന്നാലും പോലീസ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിശദമായിട്ടുള്ള പരാതി എഴുതി വാങ്ങുകയാണ്. ഈ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെയും അമ്മയുടെയും സഹോദരന്റെയും മൊഴി വിശദമായി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോവുക. ഇപ്പോഴെന്തായാലും റമീസിന്റെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. റമീസിന്റെ ബന്ധുക്കളിലേക്കും അന്വേഷണം നീളും. പ്രത്യേകിച്ച് ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന്റെ പേരുൾപ്പെടെ ഈ പെൺകുട്ടി തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം മാതാപിതാക്കളും തന്നെ ദ്രോഹിച്ചു എന്നുകൂടി പെൺകുട്ടി പറഞ്ഞു വെക്കുന്ന സാഹചര്യത്തിൽ റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്തിനെയും പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ മുന്നിലുണ്ട്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പെൺകുട്ടിയുടെ കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്. കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ അവസാനഘട്ട നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനുശേഷം പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി, പോലീസ് അടുത്ത നടപടികളിലേക്ക് കിടക്കുന്നു. കാരണം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം ഈ മറ്റ് നടപടികൾ എങ്ങനെയാണ്? കാരണം എവിടെ വെച്ചാണ് ഈ പീഡനം നടന്നത്? അങ്ങനെയെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ച് പരിശോധിക്കണം. പീഡനത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഈ കേസ് ഏതെങ്കിലും രീതിയിൽ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും പരിശോധിക്കേണ്ടതാണ്. പക്ഷേ എന്തായാലും ഇയാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അടുത്ത നടപടി വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിക്കും ഉടൻ തന്നെ. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നിലനിൽക്കുന്നത്. പരാതിയിലും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കണം. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നീട് പ്രതിയെ സ്വാഭാവികമായും റിമാൻഡിലാകാനാണ് സാധ്യത. പിന്നീടായിരിക്കും കസ്റ്റഡി അപേക്ഷ അടക്കം പോലീസ് നൽകുകയുള്ളൂ. പിന്നീട് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യൽ മാത്രമേ ഈ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് പീഡനം നടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോലീസിന് കുറച്ചുകൂടി വ്യക്തത കൈവരികയുള്ളൂ. അതോടൊപ്പം തന്നെ റമീസിന്റെ മാതാപിതാക്കളെയും വിളിച്ചു വരുത്തുവാനും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം പെൺകുട്ടി കൃത്യമായി തന്നെ അവരുടെ പേരും ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട്. കുട്ടിയുടെ മാതാവും സഹോദരനും കൂട്ടുകാരിയും അവരുടെ പേരും പരാമർശിക്കുന്നുണ്ട്. പരാതിയിലടക്കം ഇവരുടെ പേര് കൊടുക്കുന്ന സാഹചര്യത്തിൽ അവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുവാനോ പിന്നീട് പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. എന്തായാലും റമീസിനെ ഇന്ന് രാവിലെയോടുകൂടി തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് വിശദമായി ചോദ്യം ചെയ്തു. ആ വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ ബന്ധത്തെക്കുറിച്ചും പിന്നീട് നടന്ന സംഭവങ്ങളെക്കുറിച്ചും വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലത്ത് ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയ സോനയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആൺ സുഹൃത്ത് റമീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആത്മഹത്യ, പ്രേരണാകുറ്റം, വിവാഹ വാഗ്ദാനം നൽകി പീഡനം, ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. റമീസിന്റെ കുടുംബാംഗങ്ങളെയും അതോടൊപ്പം സുഹൃത്തിനെയും കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കാനുള്ള നീക്കവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. പത്തനംതിട്ട കൂടലിൽ യുവാവിനെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കൂടൽ പയറ്റുവിള സ്വദേശി 40 വയസ്സുള്ള രാജനാണ് മരിച്ചത്. പ്രതിയെന്ന് പോലീസ് സംശയിക്കുന്ന അയൽവാസി അനിൽ ഒളിവിലാണ്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി സുഹൃത്തിനൊപ്പം വീട്ടിലെത്തിയതാണ് രാജൻ. കൊലപാതകത്തിന്റെ പിന്നിൽ അയൽവാസിയായ സുഹൃത്ത് അനിലാണെന്ന് ഈ രാജന്റെ ബന്ധു പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശശി, ഇത് കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? എന്താണ് സംഭവിച്ചത് അവിടെ? ടോമെ, ഇന്ന് രാവിലെ 10 മണിക്കാണ് കൂടൽ വൈറ്റുവിളയിൽ സ്വദേശിയായ രാജനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ദേഹമാസകലം കുത്തേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. അദ്ദേഹത്തിന്റെ പിതൃസഹോദരിയാണ്, ഈ രാജന്റെ പിതൃസഹോദരിയാണ് വീട്ടിലെത്തുമ്പോഴാണ് രാജൻ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് എത്രയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഇത് പ്രധാനമായും പറയുന്നത് രാജന്റെ സുഹൃത്തായ തൊട്ട അയൽവാസിയായ അനിലാണ് ഇതിന് കാരണക്കാരൻ എന്നുള്ളതാണ് ഈ രാജന്റെ സഹോദരി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഇന്നലെ രാത്രി അനിലും രാജനും ഒന്നിച്ച് ഇവിടെ വീട്ടിലെത്തുകയും തുടർന്ന് മദ്യപിക്കുകയും വഴക്കുണ്ടാകുകയും ചെയ്തു. തുടർന്ന് അനില് രാജനെ കുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ സഹോദരി
പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനിലിന് വേണ്ടിയുള്ള അന്വേഷണം കൂടൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിട്ടുണ്ട്. എന്തായാലും അനിൽ തന്നെയാണ് കൊലപാതകത്തിന് പിന്നിലുള്ള എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. അതിനായുള്ള തിരച്ചിലാണ് അന്വേഷിക്കുന്നത്. അനിലിന്റെയും ഈ രാജന്റെയും വീടുകൾ തൊട്ട് അയൽവാസിയാണ്. അടുത്തടുത്താണ് വീടുകളുള്ളത്. ഇന്നലെ അനിലിന്റെ വീട്ടിൽ വെച്ചാണ് മദ്യപാനം ഇവർ നടത്തിയതാണ് പോലീസ് കരുതുന്നത്. കാരണം അനിലിന്റെ വീട്ടിൽ നിന്നും രാജന്റെ വീട്ടിൽ വരെയുള്ള ഭാഗങ്ങളിൽ ഈ രക്തക്കറകൾ, ആ വീട്ടിന്റെ ഭാഗത്ത് നിന്നും രാജന്റെ വീട് വരെയുള്ള ഭാഗം രക്തക്കറകളും ഇന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അനിലിന്റെ വീട്ടിൽ വെച്ച് ഇവർ മദ്യപിച്ചതിനു ശേഷം അവിടെ വെച്ച് വഴക്കുണ്ടാകുകയും അനില് രാജനെ കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം ഒരു പക്ഷേ ഈ രാജന്റെ വീട്ടിൽ കൊണ്ടിട്ടാകാമെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. അതനുസരിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത്. നിലവിൽ മുൻപും ഇവർ തമ്മിൽ വഴക്കുണ്ടാകുകയും ഒന്നിച്ച് മദ്യപിച്ചതിനു ശേഷം വഴക്കുണ്ടാകുകയും ചെയ്ത രീതി ഉണ്ടായിരുന്നു എന്നാണ് ഈ കൊല്ലപ്പെട്ട രാജന്റെ പിതൃ സഹോദരി പോലീസിനോട് വ്യക്തമാക്കിയിട്ട് അതിനനുസരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. തൊട്ടടുത്തൊന്നും ആൾ താമസമില്ലാത്ത ഒരു ഏരിയയിലാണ് ഈ രണ്ട് വീടുകളും ഉള്ളത്. ഇന്നലെ ഈ രാജൻ കൊല്ലപ്പെടുമ്പോൾ ഈ പിതൃ സഹോദരി അവിടെ ഇല്ല. രാജൻ മാത്രമാണ് ഈ വീട്ടിലുള്ളത്. മറ്റൊരു വീട്ടിലാണ് ഈ പിതൃ സഹോദരി ഉണ്ടായിരുന്നത്. രാവിലെ എത്തിയപ്പോഴാണ് രാജനെ ദേഹമാസകലം മുറിവേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത്. ഈ അനിലാണ് ഇതിന് കാരണമെന്നാണ് പോലീസിനോട് ഇവർ മൊഴി നൽകിയിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള അന്വേഷണം പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട്. ഒളിച്ച് ഏതെങ്കിലും തരത്തിൽ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ എവിടെ എന്താണ് അതിന്റെ കാരണമെന്ന് പരിശോധിക്കണം, അനിലിനെ കണ്ടെത്തണം. അതിനുവേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരീരമാസകലം കുത്തേറ്റ നിലയിലാണ് ഈ രാജന്റെ മൃതദേഹം കണ്ടെത്തിയത്. അനിലിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടൽ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ ഒരു രാജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റബ്ബർ തോട്ടത്തിനിടയ്ക്ക് വീട്ടിലെ ഷെഡിൽ മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് നമ്മൾ സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഇവിടെ സ്റ്റേഷനിൽ SI വന്ന് പരിശോധിച്ചപ്പോൾ രാജൻ പറഞ്ഞ ആൾ ഇവിടെ വയറിന് ഭാഗത്തിൽ ഒരു കത്തി കുത്തേറ്റ് അവിടെ മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് വിവരം കിട്ടി. അപ്പോൾ ഇതേത്ര ഒരു സുഹൃത്തായ അയൽവാസിയായ ഒരു ആളാണ് ഈ ഇതേത്ര ഉണ്ടായിരുന്നത്. ഇതേ തന്നെ ചെയ്തതാണ് എന്ന് ഈ മരിച്ചാളുടെ റിലേറ്റീവ് നമുക്ക് ഇൻഫർമേഷൻ കൊടുത്തതാണ്. അപ്പോൾ അതേ ദൃക്സാക്ഷിയാണ് ഇങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് കണ്ടിരുന്നെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ ഈ പ്രതിയെ സസ്പെക്റ്റ് കിട്ടാനുള്ള ഒരു 4 അന്വേഷണ സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഫീൽഡിലാണ്. അപ്പോൾ ആ സസ്പെക്റ്റ് നോക്കുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ ഡോഗ് സ്ക്വാഡ്, നമ്മുടെ സയൻറ്റിഫിക് ടീം, ഫിംഗർ പ്രിൻറ്റ് അവരുണ്ട്. അവർ ഈ സംഭവ സ്ഥലത്തിലുള്ള പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. ഇവിടെ DNA സാമ്പിൾസ് എവിഡൻസ് ഉണ്ട്. അതുപോലെ അയൽവാസി സസ്പെക്റ്റ് പറയാനാൽ അടുത്തുള്ള വീട്ടുകാരാണ്. അപ്പോൾ അവിടെയും നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തി വരുന്നുണ്ട്. അതുപോലെ ഡോഗ് സ്ക്വാഡ് നമ്മളിവിടെ സെർച്ച് ചെയ്ത പോലെ ഇവിടേക്ക് സസ്പെക്റ്റ് പോയ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമ്മുടെ ടീം പോയിട്ടുണ്ട്. അതുപോലെ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്ത് പരിശോധിച്ച് വരുന്നുണ്ട്. ഈ പ്രതിയെ പെട്ടെന്ന് പിടിക്കാനുള്ള നടപടികൾ എടുത്തു വരുന്നുണ്ട്. അതുപോലെ ഇൻവെസ്റ്റിഗേഷനും നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ശശിനാരായണൻ വീണ്ടും ചേരുന്നുണ്ട്. ശശിനാരായണൻ, പോലീസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു, അനിൽ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത്. ഇരുവരും തമ്മിൽ ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പലപ്പോഴും ഇത്തരം സംഘർഷങ്ങൾ, ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിരോധത്തിന്, ഇരുവരും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്ക്, ഈ കൊലപാതകത്തിന് വരെയും കലാശിക്കാനുള്ള കാരണം എന്താണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്? ടോം, വാക്കുതർക്കമാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് ഈ രണ്ട് വീട്ടുകാരും അടുത്ത് താമസിക്കുന്ന രണ്ട് വീട്ടിലും ആൾ താമസമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ രാജനെ കൊലപ്പെടുത്തിയ അനിലിന്റെ വീട്ടിലും അനിൽ മാത്രമാണ് താമസിക്കുന്നത്. രാജനും ഈ അപ്പച്ചിയുടെ വീട്ടിൽ, അതായത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആ രണ്ട് വീട്ടിലും ഇവർ രണ്ടുപേരും മാത്രമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ രണ്ടുപേരും ഇന്നലെ രാത്രിയിൽ ഇവിടെ എത്തിയതായി ബന്ധു തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. രണ്ടുപേരും ഒന്നിച്ചാണ് വന്നത്. അതിനുശേഷം ഇത് രാവിലെയാണ് ഈ രാജനെ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അനിലാണ് ഈ കൃത്യം നിർവഹിച്ചതെന്നുള്ളൊരു കണക്കൂട്ടിലാണ് പോലീസ് ഉള്ളത്. അനിലിന്റെ വീട്ടിൽ നിന്നും രാജന്റെ വീട്ടിലേക്കുള്ള രക്തക്കറകൾ, അവിടെയും രക്തക്കറകൾ കണ്ടിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും അനിലിന്റെ വീട്ടിൽ വെച്ച് ഈ കൃത്യം നടത്തിയതിനു ശേഷം, ഒരുപക്ഷെ കുത്തിയതിനു ശേഷം രാജൻ ഈ വീട്ടിൽ വന്ന് കിടന്നതാകാം. അല്ലെങ്കിൽ അനിൽ ഈ രാജനെ കൊലപ്പെടുത്തിയതിനു ശേഷം രാജനെ കൊണ്ട് ഈ വീട്ടിലിട്ടതാകാമെന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് എന്തായാലും പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണം, ശാസ്ത്രീയ പരിശോധന നടത്തി ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. വിജനമായ ഒരു സ്ഥലമാണ്. റബ്ബർ തോട്ടത്തിന് നടക്കുള്ള രണ്ട് വീടുകൾ എന്ന് പറയുന്നത് ഷെഡുകൾ പോലുള്ള രണ്ട് വീടുകളാണ്. അവിടെ തൊട്ടടുത്ത് ആൾതാമസമില്ലാത്തൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കം, മദ്യപിച്ചതിനു ശേഷം വാക്കുതർക്കം ഉണ്ടായതിനു ശേഷമുള്ള കൊലപാതകമാണെന്നുള്ളതാണ് പോലീസ്
വ്യക്തമാക്കുന്നത്. ബന്ധുവും അത്തരത്തിലാണ് ഈ രാജന്റെ പിതൃ സഹോദരിയും അത്തരത്തിൽ തന്നെയാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ ഈ രാജൻ തന്നെയാണെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മദ്യപിച്ച് സ്ഥിരം വഴക്കുണ്ടാക്കുന്ന രീതികൾ, ഇവർ തമ്മിൽ പരസ്പരം പല സമയങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം പല തരത്തിലുള്ള അയൽവാസികളും ഒക്കെ നേരത്തെ ഇവരെ പരിചയമുള്ള ആളുകളും പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള തർക്കം മദ്യപിച്ചതിന് ശേഷം ഉണ്ടായിരിക്കാം. ആ തർക്കമാണ് പിന്നീട് ഈ കത്തിക്കുത്തിലേക്ക് കലാശിച്ചെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് അനിലാണ് രാജനെ കൊലപ്പെടുത്തിയെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അനിലിനെ കണ്ടെത്താനുള്ള ഊർജിതമായ അന്വേഷണം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു 4 അംഗ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. അനില് ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള മേഖല, അല്ലെങ്കിൽ എവിടെയാണ് അനിൽ ഉണ്ടാകുന്നുള്ള സാധ്യത എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടനെതിരെ വേടനെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് പോലീസ്. അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി വേടൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നീക്കം. ഈ സാഹചര്യത്തിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു. നേരത്തെ മുൻകൂർ ജാമ്യത്തിനായി റാപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയ ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 18 മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, കഴിഞ്ഞ ദിവസം തന്നെ ഈ വേടനെ പിടികൂടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇത് ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ പോലീസിന്റെ നീക്കം? ആ രീതിയിൽ തന്നെയാണ്. കാരണം ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇയാൾക്ക് നേരത്തെ തന്നെ സ്റ്റേജ് ഷോകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് വിദേശത്ത് സ്റ്റേജ് ഷോകൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് നേരത്തെ നമ്മൾ ഏറെ ചർച്ച ചെയ്ത ഈ പുലിപ്പല്ലി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ പാസ്പോർട്ട് അടക്കം അന്ന് സമർപ്പിച്ചിരുന്നു. പിന്നീട് ഇത് വിട്ടുകിട്ടുന്നതിന് വേണ്ടി നൽകിയ അപേക്ഷയിൽ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പാസ്പോർട്ട് അദ്ദേഹത്തിന് കൈവശമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പോലീസ് വലിയ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തിയിരുന്നു ഇയാൾക്ക് വേണ്ടി. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, അയൽ സംസ്ഥാനങ്ങളിലേക്ക് അടക്കം ഈ അന്വേഷണം വ്യാപിച്ചിരുന്നു. തെരച്ചിൽ സംഘങ്ങൾ അവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇയാളെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്തൊരു സ്ഥിതിയാണ് നിലവിൽ പോലീസിനുള്ളതെന്നതാണ് സത്യം. എങ്ങനെയെങ്കിലും ഈ ഓഗസ്റ്റ് 18 അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഈ ജാമ്യാപേക്ഷ വരുന്നതിന് മുൻപ് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞിരുന്നു. കാരണം ഇത് ഗുരുതര സ്വഭാവമുള്ളൊരു കേസാണ്. അതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തങ്ങൾ കാത്തിരിക്കുന്നില്ല എന്നതാണ് പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പരാതി വന്ന ആദ്യ സമയങ്ങളിൽ പോലീസിനെ വളരെ എളുപ്പത്തിൽ ട്രേസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയായിരുന്നു റാപ്പർ വേടൻ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ആ സമയത്ത് ആ രീതിയിലേക്ക് പോയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതിയിലേക്ക് അടക്കം ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഇയാൾക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണം ഊർജിതമാക്കുകയും പിന്നീട് ഇയാളെ പോലീസിൻ്റെ പരിധിയിലേക്കൊന്നും കിട്ടാത്ത രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ ഇപ്പോഴായിട്ടുണ്ട്. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണം തുടരുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. സാധാരണഗതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ എല്ലാം എത്തുമ്പോൾ പലപ്പോഴും പോലീസ് അതിനൊരു സാവകാശം കൊടുക്കാറുണ്ട്, കോടതി എന്ത് പറയുന്നു എന്ന് കാണുന്നതിന് വേണ്ടി തന്നെ. പക്ഷേ അങ്ങനെയല്ല, തങ്ങൾ വളരെ കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിക്കാരിയായ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്താനായിട്ട് പോലീസ് ശ്രമിക്കുന്നു. ഒപ്പം തന്നെ അതിൽ പറയുന്ന ചില സാക്ഷികളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുകയാണ്. നിലവിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ഇവരുമായി ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം പണം വാങ്ങിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഇവരുടെ പരാതിയിലും അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നേരത്തെ പണമായിട്ട് വളരെയധികം പണം താൻ നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇവരുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു, ഇവരുമായിട്ട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാൻ അതിനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വേടൻ്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നത് തന്നെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, ചിലരുടെ ശ്രമത്തോടു കൂടിയാണ് ഇത്തരമൊരു പരാതി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതെന്നാണ് വേടൻ തൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഇതിനെ അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തോ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, താൻ ഏത് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നൊരു നിലപാടാണ് വേടൻ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്, മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിദേശത്തേക്ക് കടക്കുവാനുള്ള മുഴുവൻ സാധ്യതയും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ടോം. തീർച്ചയായും. കാരണം അങ്ങനെ ഡാനി, നമ്മൾ ഈ ഒരു
ഘട്ടത്തിൽ കേസിൻ്റെ ഒരു അന്വേഷണ ഘട്ടത്തിൽ ആദ്യം കരുതിയത് ഒരുപക്ഷെ ഈ കേസ് സെറ്റിൽ ചെയ്യാനുള്ള നീക്കം വേടൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഇതിനു മുൻപ് വിജയബാബുവിൻ്റെ കേസ് അതല്ലെങ്കിൽ ഉണ്ണിമൂന്നിൻ്റെ കേസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇത് കോടതിക്ക് പുറത്ത് സെറ്റിൽ ചെയ്യുന്നു. അത്തരം നടപടികളിലേക്കാണ് പിന്നീട് പോകേണ്ടി വന്നത് ഇത്തരം കേസുകളിലൊക്കെ സംഭവിച്ചത്. ഇവിടെ വേടൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഈ ഇരയെ യുവതിയെ സ്വാധീനിക്കാനുള്ള അല്ലെങ്കിൽ യുവതിയുമായി ബന്ധപ്പെടാനുള്ള കേസ് സെറ്റിൽ ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ടോം, ഇതുവരെയും ആ രീതിയിലുള്ള ഒരു അനുരഞ്ജന ശ്രമങ്ങൾ അല്ലെങ്കിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കുവാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നതായുള്ളൊരു വിവരങ്ങളിലേക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണിത്. ഈ പരാതിയുടെ ഒരു സ്വഭാവം തന്നെയും അങ്ങനെ ഒരു അനുരഞ്ജനത്തിൽ ഒത്തുതീർപ്പിലേക്ക് പോകാൻ പറ്റാവുന്ന രീതിയിലുള്ളതുമല്ല. അത്തരം കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ അതിൽ പെട്ടെന്നൊരു പിൻവാങ്ങൽ, ഒരു വിടുതൽ അത് അത്ര പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യവുമല്ല. വലിയ രീതിയിൽ വിമർശനങ്ങളടക്കം കേൾക്കേണ്ടി വരും. കാരണം കോടതിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായൊരു നിലപാടും കാര്യങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും ഇത്തരം കേസുകൾ ഒരു വിലപേശലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ ചില പരാമർശങ്ങൾ പലപ്പോഴും ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ 18-ന് മുൻകൂർ ജാമ്യം വരുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സാക്ഷിമൊഴികൾ അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക, ഇവരുമായി ബന്ധമുണ്ടായിരുന്നതടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക, ഇവർ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് പരിശോധിക്കുക, ഇവരെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങൾ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇവർ പറയുന്നതിൽ ഈ പണം കൊടുത്തിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മറ്റു രീതിയിലുള്ള ഒരു ചർച്ചകളുടെ ഒരിടത്തിലേക്ക് ഇതുവരെയും അങ്ങനെ കടന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തു തന്നെയായാലും ഇപ്പോൾ വേടൻ എന്ന ഹിൻദാസ് മുരളി അയാൾ ഒളിവിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. ഇടവേള. സ്പോട്ട് ലൈവ് തുടരുന്നു. ധർമ്മസ്ഥലയിൽ മലയാളിയും വിദ്യാർത്ഥിനിയുമായിരുന്ന പത്മലതയുടെ കൊലപാതകത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട SITക്ക് പരാതി നൽകിയ കുടുംബം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം നടത്തിയിട്ടും കുറ്റക്കാരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പിതാവ് ദേവാനന്ദനോടുള്ള വ്യക്തിവൈരാഗ്യമായിരുന്നു മകളെ അതിക്രൂരമായി കൊലപ്പെടുത്താനുള്ള കാരണം. ഇതിനു പിന്നാലെ അച്ഛൻ ദേവാനന്ദനും മരിച്ചു. 1986 നടന്ന ചുരുളഴിയാത്ത കൊലപാതക കേസിലാണ് ഇപ്പോൾ SIT പുനരന്വേഷണത്തിന് ആലോചിക്കുന്നത്. 1986 86 ഡിസംബർ 22 എൻ്റെ അനിയത്തി അവൾ കോളേജിൽ പോയവൾ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല. കോളേജ് ഡേക്കെന്ന് പറഞ്ഞ് പോയത്, എന്നിട്ട് തിരിച്ചു വന്നിട്ടില്ല വീട്ടിലേക്ക്. പിന്നെ ഞങ്ങൾ അവിടെ പോയി തിരക്കിപ്പോൾ അവരുടെ പ്രിൻസിപ്പലും പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞ് ഞങ്ങൾ തിരക്കാം അങ്ങനെയെന്ന് പറഞ്ഞ്. പിന്നെ രണ്ടാമത് അച്ഛൻ പോയി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാ എന്ന് പറഞ്ഞാൽ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ 56 ദിവസം കഴിഞ്ഞിട്ടാണ്, അത്ര ദിവസം കണ്ടിട്ടില്ല. പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്ത് അവർ തിരക്കുന്നെന്നൊക്കെ പറഞ്ഞ് എന്നാലും ബോഡി കണ്ടു കിട്ടിയില്ല. പിന്നെ 56 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ എന്തോ ആ സൈഡ് പോയി ആരോ കണ്ടിട്ട് പാർട്ടിക്കാരോട് ആരോട് പറഞ്ഞിട്ട് അവർ അച്ഛനെ അറിയിച്ചിട്ട് അച്ഛനെ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്? കൈ രണ്ടും പിന്നെ കാൽ രണ്ടും കെട്ടിയേക്കുമായിരുന്നു. പിന്നെ സ്കെലട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ 56 ദിവസമായിരുന്നില്ല. ബോഡി ഫുള്ള് ഇതായിട്ടുണ്ടായിരുന്നു, ഡിക്കായിട്ടുണ്ടായിരുന്നു. ഇത് റീഓപ്പൺ ആവണം. ഞങ്ങൾ പറയാം ആരൊക്കെ ഈ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തത്, ആരൊക്കെ ബലാത്സംഗം ചെയ്ത് എല്ലാം ഞങ്ങൾ പറയാം. അവരെല്ലാം എൻക്വയറി ചെയ്യണം. റിപ്പോർട്ടാക്കി ക്ലോസ് ചെയ്ത് അത് ഓപ്പൺ ആവണം. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയ്ക്ക് പിന്നാലെ നിരവധി തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ടും ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ടും വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്, പരാതികൾ വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സംഭവമാണ് ഈ പത്മലതയുടെയും ദേവാനന്ദൻ്റെയും മരണം. 2 കേസുകളിലും നേരത്തെ തന്നെ കുടുംബം അന്ന് പരാതി നൽകിയതാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ചുരുളഴിയാത്ത കേസ്. എന്താണ് പത്മലതയ്ക്കും അച്ഛൻ ദേവാനന്ദനും സംഭവിച്ചതെന്ന് അറിയണം. ഇത് ഈ 2 കേസുകളും ഈ പ്രത്യേകിച്ച് ധർമ്മസ്ഥലയിലെ ഈ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷിക്കാനുള്ള നീക്കത്തിലേക്ക് SIT കടന്നിട്ടുണ്ടോ? തീർച്ചയായും ടോമെ, ഈ കേസ് നമ്മൾ
നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. മലയാളി കൂടി ഈ ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ടു. അതിന്റെ സ്ഥിരീകരണം അത് പത്മലതയുടെ കുടുംബമായിരുന്നു. 86 ഡിസംബർ 22 കോളേജിലേക്ക് പോയൊരു കുട്ടിയാണ്, പെൺകുട്ടിയാണ്. അതായത് +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നീട് അസ്ഥികുടമായാണ് ഇവർക്ക് ഈ മൃതദേഹാവശം ലഭിക്കുന്നത്. 57 ദിവസം കഴിഞ്ഞ് നേത്രാവതി പുഴയോരത്ത് കയ്യും കാലും കെട്ടിയിട്ട നിലയിൽ ഒരു മൃതദേഹം ഇവർക്ക് ലഭിക്കുന്നു. അതിൽ അച്ഛൻ സ്നേഹത്തോടെ നൽകിയ വാച്ച് അതായിരുന്നു ഈ മൃതദേഹം തിരിച്ചറിയാൻ പറ്റിയത്. പിന്നീട് ഈ ദേവാനന്ദൻ എന്ന് പറയുന്ന അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായിരുന്ന വലിയ നേതാവായിരുന്ന ഇദ്ദേഹം നീണ്ട നിയമ പോരാട്ടങ്ങൾ നടത്തിയെങ്കിലും അത് ഫലം കണ്ടില്ല. ഈ കേസ് ആത്മഹത്യ എന്നാണ് അവസാനം ഇത് ധർമ്മസ്ഥല വെളുത്തങ്ങാടി പോലീസ് ഇതിൽ എഴുതി തള്ളിയത്. ആത്മഹത്യ എന്നാണ്. കയ്യും കാലും കെട്ടിയിട്ട ഒരു കേസിൽ ആത്മഹത്യ എന്ന നിലയിൽ ഇത് എഴുതി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ പ്രധാനമായും ഈ ദേവാനന്ദൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ആ മത്സരത്തിൽ നിന്നും പിന്മാറാനാണ് മകളെ തട്ടിക്കൊണ്ടുപോയത്. മകളെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ ഇതിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ഇദ്ദേഹം ആ ഇലക്ഷനിൽ നിന്നും പിന്മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ മകളെ ഇവർക്ക് തിരിച്ചു കൊടുത്തില്ല. അതിന് പകരം ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേത്രാവതി പുഴയോരത്ത് നിന്നും ഇങ്ങനെ മൃതദേഹം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ അച്ഛൻ നെഞ്ചു പൊട്ടി മനന്നൊന്താണ് അച്ഛനും മരിക്കുന്നത്. ആ അച്ഛനും മരിച്ചു, ആ മകളും മരിച്ചു. ഇപ്പോൾ സഹോദരനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അത് ജയന്ത് എന്ന് പറയുന്ന ആക്ഷൻ കമ്മിറ്റി നേതാവിന്റെ സഹോദരിയാണ്. ഇവർ മലയാളികളാണ്. ഈ കേസിലാണിപ്പോൾ ഇത് പുനരന്വേഷണം വേണമെന്ന ഒരു ആവശ്യപ്പെട്ട് കുടുംബം SITക്ക് പരാതി നൽകിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് SITക്ക് പോലീസ് സ്റ്റേഷൻ പദവി നൽകിയിരിക്കുന്നു. ഇത്തരം കേസുകളെല്ലാം തന്നെ SITക്ക് പരിഗണിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് 40 വർഷത്തിന് ശേഷം ധർമ്മസ്ഥലയിൽ നടന്ന ഒരു അരുംകൊല അതിന്റെ ഒരു അന്വേഷണം വീണ്ടും തുടങ്ങാൻ പോകുന്ന എന്ന സൂചനകൾ ലഭിക്കുന്നത്. ഏതായാലും SIT ഈ കേസ് ഏറ്റെടുക്കുന്നു, അത് അന്വേഷിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇവിടെ ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഭൂമി ഇല്ലാത്തവർക്കൊക്കെ ഭൂമി നേടിക്കൊടുക്കാനും അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരാളായിരുന്നു. കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഇയാളുടെ മകളെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയായിരുന്നു. അത് ഒരു കോളേജ് ഡേ ഫംഗ്ഷന് പോയി മടങ്ങി വരുന്ന സമയത്താണ് ഈ കുട്ടിയെ ഇവർ തട്ടിക്കൊണ്ടുപോകുന്നത്, അത്തരത്തിൽ കാണാതാവുന്നത്. എന്തായാലും ഈ സംഭവം അന്വേഷിക്കുന്നതോടുകൂടി മലയാളി സാന്നിധ്യത്തിൽ കൂടി ഒരു അന്വേഷണം വരുന്നതെന്നാണ് ഇതിലേറ്റവും പ്രധാനം. എന്തായാലും ഇത് കൊലപാതക പരമ്പരകളെല്ലാം നടത്തിയതിൽ പിന്നിൽ ഒരു കരങ്ങളാണ്. അതേ കരങ്ങളായിരിക്കാം ഈ ഒരു സംഭവത്തിന് പിന്നിലെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഒപ്പം ഈ D ഗ്യാങ് എന്നറിയപ്പെടുന്ന ഗുണ്ടകൾ, കഴിഞ്ഞ ദിവസം ഇവരുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. മാധ്യമ പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ പലതും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അക്രമത്തിന് ഇരയായവരും മർദ്ദനത്തിന് ഇരയായവരും ഒക്കെ. അത് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരേ സംഘങ്ങൾ ഇവിടെ ഇപ്പോഴും സജീവമായി ഉണ്ട് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ മാധ്യമ പ്രവർത്തകർ മർദ്ദിച്ച സംഭവം. അതിൽ 3-4 പേർ അന്ന് ഈ കൊലപാതകം നടത്തിയതിലും അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയവരിലും ഒക്കെ ഉൾപ്പെട്ടത് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ഏതായാലും SITയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് ഇത്തരം കേസുകൾ, അതായത് പരാതിയുള്ള കേസുകളിലെ മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അത്തരം തെളിവുകൾ ലഭിച്ച് ഇത് കൃത്യമായി മുന്നോട്ട് പോകാനാണ് SIT ആലോചിക്കുന്നത്. പത്മലതയുടെ കേസ് അന്വേഷിക്കണം. അത് നേരത്തെ തന്നെ കുടുംബം ആവശ്യപ്പെട്ടതാണ്. SITക്ക് പ്രത്യേക പദവി കൂടി ലഭിച്ചതോടുകൂടി അത് ഇപ്പോൾ എളുപ്പമാകുന്നു എന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനം. ഇന്ന് രാവിലെയാണ് ബെൽത്തങ്ങാടി ഓഫീസിലെത്തി ഇവരുടെ ബന്ധുക്കൾ, സഹോദരി ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഈ പരാതി നൽകിയത്. ഈ പരാതി SIT സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വൈകാതെ മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ ടോമെ ഇന്നലെ പരിശോധന ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ സമയം വരെ പരിശോധനയ്ക്കായി സംഘം എത്തിയിട്ടില്ല. ഒരു പക്ഷേ ഓഫീസിനകത്തുള്ള പല കാര്യങ്ങളും ഇതിന് നിയമപരമായ പല തെളിവുകളും ശേഖരിക്കുകയും അത് എഴുത്തുവെത്ത് ഒരുപാട് ജോലികളുമുണ്ട്. അത്തരം ജോലികൾ നിർവഹിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പരിശോധന ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. 1:30 മുമ്പ് തന്നെ സംഘം സാധാരണ എത്താറുണ്ട്. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന സർപ്രൈസ് സ്പോട്ടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. മാർക്ക് ചെയ്ത ഇടങ്ങളിലെ പരിശോധന, അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം 13-ാം പോയിന്റ് ഇതുവരെ പരിശോധന നടത്തിയിട്ടില്ല എന്നാണ്. 13-ാം പോയിന്റിൽ സസ്പെൻസ് തുടരുന്നു. 4-5 ദിവസമായി ഇവിടെ പോലീസ് കാവലിലാണ് ആ സ്ഥലമുള്ളത്. അതൊരു വലിയ ഏരിയയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന വലിയ ഏരിയയാണ്. അവിടെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് ഈ സാക്ഷിയുടെ മൊഴിയുണ്ട്. കാരണം ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത് ഈ നേത്രാവതി പുഴയോരത്ത് സ്നാനഘട്ടയിലാണ്. അതിന് തൊട്ട് സമീപമായാണ് ഈ ഒരു 13-ാം പോയിന്റ് ഉള്ളത്. ഇദ്ദേഹം കൂടുതൽ മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രദേശത്ത് നിന്നാണ് മൊഴിയുള്ളത്. അത് കൂടാതെ 6ഓളം പേർ ഇയാൾ ഇവിടെ ഇത്തരത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നത് കണ്ടതായി 6ഓളം പേർ വെളിപ്പെടുത്തി രംഗത്തെത്തിയ സാഹചര്യം കൂടിയുണ്ട്. കൃത്യമായ തെളിവുകൾ കൂടുതൽ ബലപ്പെടുന്നു എന്നാണ്
എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വിശദമായ ഒരു പരിശോധന ഈ 13-ാം പോയിന്റ് കേന്ദ്രീകരിച്ച് നടത്തുമോ, അതാണ് ഇനി അറിയേണ്ടത്. അതായത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എത്തിക്കാനുള്ള ആലോചനയുണ്ട്. അത് ഇതുവരെ എത്തിയിട്ടില്ല. ഒരു പക്ഷേ അതിനായിരിക്കാം കാത്തിരിക്കുന്നത്. എന്നാലും 13-ാം പോയിന്റിലെ സസ്പെൻസ് ഇപ്പോഴും തുടരുന്നു. അതിൽ പോലീസ് ശക്തമായ കാവലുണ്ട്, തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ. ആ പോയിന്റിലെ പരിശോധന ഒഴിച്ചാൽ അപ്രതീക്ഷിത സ്പോട്ടുകൾ, അതായത് വനത്തിനകത്ത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഗോളിയാർ വനമേഖലയിലാണ് 13-ാം പോയിന്റിലെ പരിശോധന അതിനിർണായകമാണ്. കാരണം ഏറെ പലയിടങ്ങളിൽ 13-ാം പോയിന്റിൽ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ച് മൂടിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതാണ്. അവിടെ വിശദമായി പരിശോധിക്കണം. അവിടുത്തെ ഈ പരിശോധനാ രീതി എങ്ങനെയാണ്, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം 14-ഉം 15-ഉം സ്പോട്ടുകൾ, അവിടുത്തെ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ലഭ്യമാണോ ബൈജു? ടോമെ, 13-ാം പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊട്ട് സമീപത്തായാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പലപ്പോഴും ഇയാൾ ജോലി ചെയ്യുന്ന സമയത്ത് മൃതദേഹങ്ങൾ വാഹനത്തിൽ എത്തിച്ചു കൊടുക്കുകയും അവിടെ തന്നെ മറവ് ചെയ്യുന്ന ആണ് ഉണ്ടായെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 13-ാം പോയിന്റ് വളരെ പ്രധാനമെന്ന് പറയുന്നത്. അവിടെ സാധാരണ രീതിയിൽ മറ്റിടങ്ങളിൽ പരിശോധിക്കുന്ന രീതിയിൽ ചെറിയ കുഴിയെടുത്ത് പരിശോധിച്ചാൽ പോരാ, വലിയ ഏരിയയാണ്. ആ ഏരിയയിലെല്ലാം പരിശോധന നടത്താനുണ്ട്. ഒരു പക്ഷേ കൃത്യമായി എന്തൊക്കെ വസ്തുക്കൾ കാണുന്നുണ്ടോ അത് ആ സ്ഥലങ്ങൾ കുഴിച്ച് പരിശോധിക്കുക എന്നായിരിക്കും SIT ഉദ്ദേശിക്കുന്നത്. ആ 13-ാം പോയിന്റ് അവിടെ ഇപ്പോഴും അതേപോലെ തുടരുന്നുണ്ട്. 4 ദിവസമായി പരിശോധന, അതായത് 1 മുതൽ 13 വരെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 1 മുതൽ 12 വരെയുള്ള പരിശോധന പൂർത്തിയായി. അതിന് പുറമെ 11A വനത്തിനകത്ത് ക്ഷേത്രഭൂമിയിലെ ബാഹുബലി ഹിൽസ്, ഇങ്ങനെ ഇത്രയും സ്ഥലങ്ങളാണ് ഇപ്പോൾ പരിശോധന പൂർത്തിയായിട്ടുള്ളത്. അതുകൂടാതെ ഇപ്പോൾ ഈ സാക്ഷി ഇത്തരത്തിൽ ഒരു മൃതദേഹം മറവ് ചെയ്ത് അതിനുശേഷം തന്റെ വീട്ടിൽ വന്ന് വെള്ളവും അതുപോലെ തന്നെ തൂമ്പ കഴുകാൻ ഇത്തരത്തിൽ വെള്ളം ആവശ്യപ്പെട്ടുന്ന ഒരു വെളിപ്പെടുത്തലുമായി ഒരു സ്ത്രീ കൂടി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സ്ഥലം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് ആ പ്രദേശം പരിശോധിക്കും. അതല്ലെങ്കിൽ ഈ ക്ഷേത്രഭൂമിയിലെ അവിടെ ബാഹുബലി ഹിൽസിന് സമീപമുള്ള സ്ഥലം വീണ്ടും പരിശോധിക്കണമെന്നൊരു ആവശ്യം അഭിഭാഷകർ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അവിടെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതായ ഗുരുതര ആരോപണം അഭിഭാഷകർ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം 8 അടിയോളം ഉയരത്തിൽ മണ്ണും അത്തരം വസ്തുക്കളും ഇട്ട് അവിടെ വലിയ തോതിലുള്ള തെളിവ് നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് അഭിഭാഷകർ ആരോപിച്ചത്. അതുകൊണ്ട് അവിടെ വിശദമായ പരിശോധന നടത്തണമെന്ന ഒരു ആവശ്യം ഇവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏതായാലും പരിശോധനയ്ക്ക് വന്നില്ല. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മറ്റ് കാര്യങ്ങളോ, ഒരു പക്ഷേ ഈ പത്മലതയുടെ കേസ് ഉൾപ്പെടെ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതിന് ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഇവരുടെ ബന്ധുക്കൾ SIT ഓഫീസിലെത്തിയത്, ബെൽത്തങ്ങാടി ഓഫീസിലെത്തിയത്. ശുചീകരണ തൊഴിലാളി 10 മണിയോടുകൂടി തന്നെ ബെൽത്തങ്ങാടി ഓഫീസിൽ എത്തിയിരുന്നു അവരുടെ അഭിഭാഷകർക്കൊപ്പം. പക്ഷേ ഈ കേസ് ഇന്ന് ഏറ്റെടുക്കുന്നതുകൊണ്ടായിരിക്കാമോ അറിയില്ല. ഇന്നേതായാലും ഇതുവരെ പരിശോധനയ്ക്ക് സംഘം എത്തിയിട്ടില്ല. ഇനി വളരെ സാധ്യത കുറവാണ്. 1:30-ക്ക് ശേഷം പരിശോധന നടത്തിയാൽ തന്നെ 5:00 സാധാരണ അവസാനിപ്പിക്കാറുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വനമേഖലയിൽ പരിശോധന നടത്തുമ്പോൾ വലിയ തടസ്സങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പടക്കം പൊട്ടിച്ചൊക്കെയാണ് ഈ അന്വേഷണ സംഘം പിന്നീട് പുറത്തേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ വെളിച്ചത്തിൽ പരിശോധന നടത്തുന്നതായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പം. വലിയ വെല്ലുവിളിയാണ് ഈ വനമേഖലകളിൽ. പാമ്പുകളുണ്ട്, മൃഗങ്ങളുണ്ട്, വന്യമൃഗങ്ങളുണ്ട്. അത്രത്തോളം വലിയ കാട് വനപ്രദേശമാണ്. അവിടെയാണ് പരിശോധന നടത്തുന്നത്. SIT മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്. ഏതായാലും ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന മുഴുവൻ ഇടങ്ങളിലും കുഴിച്ച് പരിശോധിക്കും. അവിടെ നിന്ന് കിട്ടുന്ന തെളിവുകളെല്ലാം ശേഖരിക്കും. അതാണ് ഇപ്പോഴും SIT പറയുന്നത്. അതിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അത്തരം തെളിവുകളെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം വരാനുണ്ട്. നിലവിൽ ഈ സമയം വരെയുള്ള ഈ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. ഏത് സമയത്തും അത് കോടതിയിൽ സമർപ്പിച്ചേക്കാം. കാരണം പ്രാഥമികമായി കോടതിയിൽ ഇതിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട്. കാരണം 1 മാസത്തോളം ആവുന്നു കോടതി ഈ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിട്ട്. 12-ാം ദിവസമാണ് SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന്. ഏതായാലും നാളെ ഈ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ക്ഷേത്രഭൂമിയിൽ ഉള്ള പരിശോധനയാണ് അത് ഏറ്റവും പ്രധാനം. അതുകൂടാതെ ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഇപ്പോൾ സ്ത്രീ സാക്ഷിയായി പുറത്തു വന്ന ആ സ്ഥലം, പിന്നീട് 13-ാം പോയിന്റിൽ ഇത്തരത്തിൽ ഉപകരണങ്ങൾ എത്തിയതിനു ശേഷമായിരിക്കും പരിശോധന നടത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ 13-ാം പോയിന്റിലെ പരിശോധന അത് വളരെ വിശദമായി തന്നെ നടത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. അതോടൊപ്പം മലയാളി പെൺകുട്ടി പത്മലതയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട 40 വർഷം മുൻപ് നടന്ന ആ സംഭവത്തെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചും പോലീസ് വീണ്ടും പുനരന്വേഷിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിൽ പോകുന്നത്. നടൻ വിനായകനെ സൈബർ പോലീസ് ചോദ്യം ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിലെ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ ദിവസമാണ് ഗായകൻ യേശുദാസ് അടൂരുൾപ്പെടെയുള്ള ആളുകളെ, വളരെ പ്രമുഖരെ വിനായകൻ സമൂഹ മാധ്യമങ്ങളെ അധിക്ഷേപിച്ചത്. ഇതോടൊപ്പം ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിനെയും ന്യൂസ് 18 അടക്കം സമൂഹ മാധ്യമങ്ങളുടെ അങ്ങേയറ്റം അസഭ്യ വർഷം നടത്തിയിരുന്നു വിനായകൻ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, വിനായകൻ അടിക്കടി പല പ്രമുഖരെയും സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപിച്ചിരുന്നു. മഹാത്മാഗാന്ധി, നെഹ്റു, VS ഉമ്മൻചാണ്ടി ഉൾപ്പെടെ. അതിനുശേഷമാണ് നമ്മൾ കണ്ടത് യേശുദാസിനെ ഉൾപ്പെടെയുള്ളവരെ അങ്ങേറ്റം വൃത്തികേട് പറയുന്ന രീതിയിൽ, കേട്ടാൽ അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു വിനായകൻ്റെ പരാമർശം. അതിനുശേഷമാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ അപർണ കുറുപ്പിനെയും ആക്ഷേപിക്കുന്നു. ഇപ്പോൾ വിനായകനെ സൈബർ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഏത് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം ചെയ്യാൻ? കേരളം ആദരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ആദരിക്കുന്ന മഹത് വ്യക്തികളെ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകരെ എല്ലാം അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് വിനായകനെ സംബന്ധിച്ച് ഒരു ഹോബിയായി മാറിയിരിക്കുകയാണ്. എന്തായാലും നിരവധി പരാതികളാണ് വിനായകനെതിരെ പല പോലീസ് സ്റ്റേഷനുകളിലായി നിലനിൽക്കുന്നത്. സൈബർ പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ VSനെ അധിക്ഷേപിച്ച കേസിലാണ് ഇപ്പോൾ ആ പരാതി നിലനിൽക്കുന്നത്. ഒപ്പം യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും അധിക്ഷേപിച്ചു എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഇതിനാണ് വിനായകനെ ചോദ്യം ചെയ്യാൻ എറണാകുളം സൈബർ പോലീസ്, കൊച്ചി സൈബർ പോലീസ് വിളിച്ചു വരുത്തിയത്. രാവിലെ തന്നെ വിനായകനോട് ഹാജരാകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. എന്തായാലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്താണ് വിനായകന് പറയാനുള്ള മറുപടി എന്നാണ് ഇനി കാത്തിരിക്കേണ്ടത്. പോലീസ് എന്ത് നടപടി സ്വീകരിക്കും വിനായകനെതിരെ എന്നതും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കാരണം ആദ്യമായിട്ടല്ല വിനായകൻ ഇത്തരത്തിൽ ഈ കേരളത്തിൽ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ പോലും, ഉമ്മൻചാണ്ടി VS ഉൾപ്പെടെ മരിച്ചപ്പോൾ പോലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. പിന്നീട് അത് വലിയ പ്രതിഷേധത്തിനും വിവാദങ്ങളിലുമൊക്കെ വഴിവെച്ചതിനെ തുടർന്ന് വിനായകൻ ആ പോസ്റ്റ് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. സമാനമായ രീതിയിൽ തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണനെതിരായിട്ടുള്ള വിവാദത്തിലും പിന്നീട് യേശുദാസിന്റെ പേരടക്കം വലിച്ചിഴച്ചുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ നമുക്ക് പറയാൻ നാണക്കേടുണ്ടാക്കുന്ന, നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്ത രീതിയിലേക്കുള്ള പല വാക്കുകളും ഫേസ്ബുക്കിൽ ഇട്ട് ആഘോഷിക്കുന്ന ഒരു തരത്തിലേക്ക് വിനായകൻ മാറുന്ന സാഹചര്യമുണ്ടായി. ഇത് പ്രതിഷേധത്തിന് വഴി തെളിയിച്ചപ്പോൾ ആ പോസ്റ്റ് പിൻവലിച്ച് പിന്നീട് കുറച്ചുകൂടി സഭ്യമായ ഭാഷയിൽ ഇവരെയൊക്കെ മോശം പറയുന്ന രീതിയിലേക്ക് വിനായകൻ പോകുന്നുണ്ടായിരുന്നു. ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകയായ നമ്മുടെ ന്യൂസ് 18 ആങ്കർ കൂടിയായിട്ടുള്ള അപർണ കുറുപ്പിനെ മോശമായിട്ട് രീതിയിൽ പോലും വിനായകൻ പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ ദിവസം ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. എന്തായാലും ഈ പോസ്റ്റ് പിൻവലിച്ചതിന് പിന്നാലെയാണ് സൈബർ സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വിനായകൻ എത്തുകയും ചെയ്തത്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇപ്പോൾ തനിക്കൊന്നും പറയാനില്ല എന്ന മറുപടി പറഞ്ഞുകൊണ്ടാണ് വിനായകൻ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോയത്. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. എന്താണ് വിനായകന് പോലീസിനോട് പറയാനുള്ള ന്യായീകരണം എന്ന് ഉറ്റുനോക്കുകയാണ്. എന്തർത്ഥത്തിലാണ് അല്ലെങ്കിൽ എന്ത് മാനസികാവസ്ഥയിലാണ് വിനായകൻ ഇവരെയൊക്കെ തെറി വിളിക്കുന്നത്, എന്ത് ലൈസൻസാണ് വിനായകന് കൊടുത്തിരിക്കുന്നത് എന്ന നിരവധി ചോദ്യങ്ങളും ബാക്കിയാകുന്നുണ്ട്. വലിയ പ്രതിഷേധം തന്നെയാണ്. വിനായകൻ സാധാരണ എന്ത് ചെയ്താലും ന്യായീകരിക്കാൻ എത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ പോലും വിനായകനെ തള്ളിപ്പറയുന്ന സാഹചര്യം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. നവമിയുടെ KUWJ പരാതി നൽകിയിരുന്നു. അതോടൊപ്പം കോൺഗ്രസ് നേതാവ് NS നുസൂർ പരാതി നൽകിയിരുന്നു. അങ്ങനെ നിരവധി പരാതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിനായകൻ, പ്രത്യേകിച്ചും അപർണ കുറുപ്പിനെ ആക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ DGPക്ക് അടക്കം നൽകിയതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിനായകൻ്റെ പല പരാമർശങ്ങളും, വിവാദ പരാമർശങ്ങളും അധിക്ഷേപങ്ങളും പരിശോധിച്ചാൽ അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഇയാൾ അങ്ങേയറ്റം, ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന രീതിയിൽ പരാമർശം നടത്തി. VSൻ്റെ മരണശേഷവും സമാനമായ രീതിയിൽ അധിക്ഷേപിക്കുന്നു. പക്ഷെ അന്നൊന്നും വിനായകനെ തൊടാൻ പോലും പോലീസ് തയ്യാറായില്ല. ഒരു നടപടിയും വിനായകൻ സ്വീകരിച്ചില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ സ്വാഭാവികമായും പോലീസിന് മേൽ ഉണ്ടാകാം. കാരണം വിനായകൻ ഒരു ഇടത് അനുഭാവിയാണ്. പ്രത്യേകിച്ചും CPMൻ്റെ
സൈബർ സഖാക്കളൊക്കെ ഈ രീതിയിൽ വിനായകനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന പല സംഭവങ്ങളും നമുക്കറിയാം. പക്ഷേ ഇവിടെ വിനായകൻ ഒറ്റപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ കെട്ടറപ്പുളവാക്കുന്ന വാക്കുകൾ, അതുകൊണ്ട് തന്നെ ആകാം ഒരുപക്ഷെ ഈ സൈബർ എടുത്ത് വിനായകൻ ഒറ്റപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായതല്ലേ? കണക്കാക്കാം കേട്ടോ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ്, കുറച്ച് നാളുകൾക്ക് മുൻപാണ് സ്വന്തം ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നും നഗ്നത കാണിച്ചു എന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അതിൽ പോലും പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഇതാരും പരാതി നൽകിയിട്ടില്ല, പരാതി നൽകുമ്പോൾ പരിശോധിക്കാമെന്ന രീതിയിലേക്ക്. കാരണം അത്രമാത്രം വിനായകനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നീട് മാധ്യമപ്രവർത്തകയെ പോലും അധിക്ഷേപിക്കുന്ന ഒരു പരാമർശം, അത് അപർണയുടെ അല്ല, മറ്റൊരു പത്രസമ്മേളനത്തിൽ വെച്ച് വിനായകൻ ഒരു മാധ്യമപ്രവർത്തകയോട് മോശമായി സംസാരിച്ചതിലുമൊക്കെ കേസുണ്ടായിരുന്നു. അതിലൊന്നും പോലീസിന്റെ നടപടിയൊന്നും തന്നെ നമ്മൾ കണ്ടില്ല. പിന്നീട് വിനായകൻ തന്നെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് അതിനെ അങ്ങ് ഒതുക്കി തീർക്കുകയും ചെയ്തു. ആദ്യമായിട്ടല്ല വിനായകനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. തുടരെയുള്ള ആരോപണങ്ങൾ, തുടരെയുള്ള കേസുകൾ. എങ്കിൽ പോലും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് അനുഭാവികൾ വിനായകനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ വിനായകൻ എന്ത് ചെയ്താലും അത് വിനായകനെ നമ്മൾ അധിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ജാതീയമായി അധിക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന രീതിയിലേക്കാണ് പലപ്പോഴും ആ ഒരു ചർച്ചകളൊക്കെ കടന്നും അവസാനിക്കുന്നത്. പക്ഷേ ഇവിടെ പതിവ് വിപരീതമായി സൈബർ പോലീസ് എന്തായാലും വിനായകനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. ഇനി കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു സൈബർ പോലീസിന്റെ നടപടി, അതോ സമ്മർദ്ദത്തെ തുടർന്നാണോ എന്ന് കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു. വിനായകനെ ഈ VS-നെ ഉൾപ്പെടെ മോശമായി പോസ്റ്റ് ഇട്ടു. VS-നെതിരെ, ഉമ്മൻചാണ്ടിക്കെതിരെ, ഒപ്പം അടൂർ ഗോപാലകൃഷ്ണൻ, KJ യേശുദാസിനെതിരെ ഒക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വിനായകൻ പോസ്റ്റ് ഇട്ടത്. പിന്നീട് അത് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ അപർണ കുറുപ്പിനെയും മോശമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അത് KUWJ പരാതി നൽകിയതിനെ തുടർന്ന്, DGPക്ക് പരാതി നൽകിയതിനെ തുടർന്ന് വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തക P. ഗീത ചേരുന്നുണ്ട്. ശ്രീമതി P. ഗീത, ഇവിടെ വിനായകനെ ഇപ്പോൾ സൈബർ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് വിനായകൻ പലരെയും, അതായത് ഗാന്ധിജി, രാഷ്ട്രപിതാവിനെ അടക്കം അധിക്ഷേപിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. കാരണം നിരവധി പരാതികൾ അന്നൊക്കെ ഇയാൾക്കെതിരെ പോയതാണ്. VS-നെ, ഉമ്മൻചാണ്ടിയെ പോലെ നമ്മളൊക്കെ മലയാളികളൊക്കെ ആദരിക്കുന്ന വ്യക്തിത്വങ്ങളെ അങ്ങേറ്റം കെട്ടറപ്പുളവാക്കുന്ന ഭാഷയിൽ വിനായകൻ ആക്ഷേപിച്ചാലും വിനായകന് മാത്രം നിയമപരിരക്ഷ കിട്ടുന്നു. അവിടെ ജാതീയ കാർഡിറക്കി ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി ചില സൈബർ ഇടങ്ങളിൽ പലരും രംഗത്തിറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ പോലീസിനെ സംബന്ധിച്ച് ഇത്തരം ഒരു നടപടിയിലേക്ക്, വിനായകനെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് നീങ്ങാനുള്ള കാരണം എന്തായിരിക്കും? അതോ സാധാരണഗതിയിൽ കണ്ണിപ്പൊടിയിടാനുള്ള? കാരണം നിരവധി പരാതികൾ ഈ മാധ്യമപ്രവർത്തക അപർണ കുറുപ്പിന്, ഒരു സ്ത്രീയെ അടക്കം അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിൽ, വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആക്ഷേപിച്ച സാഹചര്യം പോലും ഉണ്ടായി. ഒരു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ പോലീസ് അത്തരം ഒരു നടപടിയിലേക്ക്, ഇയാളെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നത്? അത് തിരുത്തപ്പെടണം എന്ന് നിർബന്ധ ബുദ്ധി പോലീസ് കാണിക്കുന്നതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ ഈ ഒരു കൺസെന്റ്, കാരണം ആരെക്കുറിച്ചും എന്തും പറയാം എന്നുള്ളൊരു സമ്മതം അദ്ദേഹത്തിന് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ ബന്ധമാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജാതി കാർഡുമാണ്. അപ്പോ അത് എടുത്ത് അദ്ദേഹം വളരെയധികം ദുരുപയോഗം ചെയ്തതായിട്ടാണ് കാണുന്നത്. ഇന്ത്യൻ ഭരണഘടന ബാധകമല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീമാൻ ഉമ്മൻചാണ്ടി മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ വളരെ ഹെർട്ടിങ് ആയിരുന്നു. അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അത് അങ്ങനെയായിരിക്കും, അവര് പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ. അപ്പൊ പ്പെടാതെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, അത്തരം ആൾക്കാർ ഇപ്പോഴല്ലേ സംസാരിച്ചുള്ളൂ, ഇനി കുറച്ച് അവര് സംസാരിക്കട്ടെ, ഒന്ന് ക്ഷമിച്ചേക്കുക, നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരുന്നുകൂടെ, നിങ്ങളൊക്കെ കുറെ കാലമായില്ലേ പറയുന്നു എന്നൊക്കെയുള്ള തരത്തില് അത് തിരുത്തപ്പെടാതെ അങ്ങനെ പോയി. അത് ഏറെ ലാളിച്ച് വഷളാക്കുമ്പോ കുട്ടികൾ നാശമായി പോകുമല്ലോ. അപ്പോ അത്തരത്തിലുള്ള ഒരു നാശകാരകമായി മാറുന്ന ഒരവസ്ഥയിൽ ഇപ്പോഴെങ്കിലും പോലീസ് ഇടപെട്ടത് നന്നായി. അദ്ദേഹം പോസ്റ്റുകൾ പിൻവലിച്ചത് അദ്ദേഹത്തിന്റെ മനോഭാവത്തിൽ സ്വാഭാവികമായിട്ടുള്ള തിരുത്തുകൾ വന്നതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക. തീർച്ചയായിട്ടും ഇത് പിന്നെ ഒരു 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 ഇത്തരത്തിലൊരു നീക്കം, അതായത്
ഇപ്പം സീതയ്ക്ക് രാമനെ വേണോ രാവണനെ വേണോ എന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കാരണം രാവണനും സീതയോട് അത്യാചാരമാണ്, സീതയുടെ സമ്മതം ചോദിച്ചിട്ടൊന്നുമല്ല കൊണ്ടുപോയത്. അതുകൊണ്ട് രാവണൻ ന്യായീകരിക്കപ്പെടേണ്ടവനാണ് എന്ന് പറയുന്നതിലുള്ള ഒരു ബുദ്ധിശൂന്യത സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും സീതയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഉണ്ട്. അപ്പൊ അത്തരം ഒരു സ്ത്രീയെ അധിക്ഷേപിക്കാനും മനുഷ്യരെ ഇൻസൾട്ട് ചെയ്യാനും ഭരണഘടനയെ മാനിക്കാതിരിക്കാനും ഇവിടെ ആർക്കും അവകാശമില്ല. അങ്ങനെയുള്ള ഒരു തെളിവ് അതിനുള്ളൊരു തെളിവായിട്ട് ഇത് മാറട്ടെ. അത്തരത്തിലുള്ള സംഗതികൾ മേലാലെങ്കിലും മനുഷ്യരെ സ്നേഹത്തോടു കൂടി കാണാനും രണ്ടു ഭാഗത്തുമാണ് ഞാൻ പറയുന്നത്, അത് ഒരു പരിഗണനയോട് കൂടിയിട്ട് ഉൾക്കൊള്ളാനും ഒക്കെ സാധ്യമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യെസ്, വളരെയധികം നന്ദി ശ്രീമതി പി ഗീത ആണിപ്പോൾ പ്രതികരിച്ചത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ വിനായകൻ തിരുത്താൻ തയ്യാറാകട്ടെ. കാരണം പോലീസിൻ്റെ ഈ നടപടി ചോദ്യം ചെയ്യുക, കാരണം ഇയാൾ അധിക്ഷേപ പോസ്റ്റുകളിടും, അതിനുശേഷം അത് പിൻവലിക്കും, ചിലപ്പോൾ ക്ഷമാപണം നടത്തും, പക്ഷെ വീണ്ടും ഇത് ആവർത്തിക്കും. അത്തരമൊരു നടപടിയല്ല വേണ്ടത്. ഒരു താക്കീത് തന്നെ പോലീസ് കൊടുക്കണം, നിയമ നടപടി സ്വീകരിക്കണം. ഇനി വിനായകൻ ഒരാളെയും, പ്രത്യേകിച്ച് സ്ത്രീകളെ ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ആദരിക്കുന്ന വ്യക്തിത്വങ്ങളെ മാത്രമല്ല പൊതുസമൂഹത്തിൽ ആരെയും ഈ സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കുന്ന ഒരു പ്രവണത രീതി ഇനി വിനായകൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.